ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ 2019 ഉണ്ടായിരുന്ന മന്ത്രിസഭ അതുപോലെ ഒരു കൂട്ടുകക്ഷി സർക്കാരിലും ആവർത്തിക്കുന്നത്? അമിത്ഷാ തന്നെയാണ് ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഒരു മാറ്റവുമില്ല. അതേസമയം ഈ മന്ത്രിസഭയിൽ ഒരു മാറ്റം വരുത്താനൊന്നും RSS ആഗ്രഹിക്കുന്നില്ലേ? ഇത് അജിംസ്, ഇതാണ് അതിൻ്റെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ അറിയാമോ, ഈ അമിത്ഷായേക്കാൾ കൂടുതൽ മിടുക്കനായ ഒരു RSSകാരൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് കിട്ടുമോ? RSSൻ്റെ ദൃഷ്ടിയിൽ കിട്ടില്ല. അമിത്ഷായേക്കാൾ RSSനോട് കമ്മിറ്റ്മെൻറ്റുള്ള ഏത് ആഭ്യന്തരമന്ത്രിയെ കിട്ടും നിങ്ങൾക്ക്? അത് കിട്ടില്ല. RSSൻ്റെ പ്രചാരകനായ ജനസംഘകാലം മുതൽ RSSായിട്ട് ഏറ്റവും കൂടുതൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള രാജ്നാഥ് സിംഗിനെ പോലത്തെ ഒരു RSSകാരനെ അല്ലാതെ RSSകാരനെ പ്രതിരോധ മന്ത്രിയാക്കാതെ വേറെ ആരും പ്രതിരോധ മന്ത്രിയാക്കും? PS ജയശങ്കറിനെ പിടിച്ച് പ്രതിരോധ മന്ത്രിയാക്കാൻ പറ്റൂ? അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനെ ആഭ്യന്തരമന്ത്രിയാക്കാൻ പറ്റൂ? അപ്പോൾ RSS പറയുന്നത് പ്രൈമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പ്രചാരകർ അല്ലെങ്കിൽ അവരിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ RSSന് നിർബന്ധമുണ്ട്. അപ്പോൾ ഇവരാരും നരേന്ദ്രമോദിയോ അമിത്ഷായെയോ രാജ്നാഥ് സിംഗിനെയോ ഒന്നും എതിർക്കുന്നില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഇവരെ നയിക്കുന്ന ആശയം ഒന്ന് തന്നെയാണ്. പക്ഷെ ആശയങ്ങളൊന്നാകുമ്പോഴും മനുഷ്യരാണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഈഗോ ക്ലാഷുകളുണ്ടാവും, ചെറിയ മൂപ്പളവുകൾ തർക്കങ്ങളുണ്ടാവും, അവൻ എന്നെ ബഹുമാനിക്കുന്നില്ല തോന്നലുണ്ടാവും. പക്ഷേ ആശയങ്ങൾ വളരെ വാജ്പേയിയുടെ കാലത്ത് പോലും വളരെ ഒരു നെഹ്റുവിയെ എന്ന് RSSകാർ കളിയാക്കി വിളിക്കുന്ന വാജ്പേയി പോലും ആത്യന്തികമായിട്ട് ഹിന്ദുത്വ അജണ്ടയ്ക്ക് വിധേയനായിട്ട് തന്നെയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ വാജ്പേയി കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയിരുന്നു എന്ന് മാത്രം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന നെഹ്റുവിയൻ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരുന്നു. പക്ഷേ മോഡി അത്രയും പോലും ഡെമോക്രാറ്റിക് അല്ല. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഉള്ളത് പ്രത്യയശാസ്ത്രപരമായിട്ട് യാതൊരു എതിർപ്പും തർക്കവും ഇവർ തമ്മിലില്ല. ഇവർ തമ്മിലുള്ളത് ഈ വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷുകൾ, വ്യക്തികൾ തമ്മിലുള്ള സംശയങ്ങൾ. കാരണം അധികാരം എപ്പോഴും അങ്ങനെയാണല്ലോ, എപ്പോഴും മറ്റുള്ള സംശയം ഉണ്ടാകും. കാരണം ഈ മൊഴി തോന്നിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ മോഹൻ ഭഗവത് ആരെങ്കിലും റീപ്ലേസ് ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോൾ യോഗിയെ വെച്ച് എന്നെ റീപ്ലേസ് ചെയ്യാൻ മോഹൻ ഭഗവത് ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ആ പദ്ധതി അദ്ദേഹം എത്ര വർഷം കൊണ്ട് നടപ്പാക്കും? അപ്പോൾ അതിന് തടയിടണ്ടേ? അപ്പോൾ മോഡി ആഗ്രഹിക്കുന്നത് അമിത്ഷാ പിൻഗാമിയായിട്ട് വരണമെന്നാണ്. RSSൽ ആരും അമിത്ഷാ മോഡി പിൻഗാമിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ അമിത്ഷായേക്കാൾ കൂടുതൽ യോഗിയെ പ്രിഫർ ചെയ്യുന്നു. കാരണം മറ്റൊന്നുമല്ല, അമിത്ഷാ എന്ന് പറയുന്ന ഒരു കുടുംബസ്ഥനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ മറ്റു പല താല്പര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോൾ യോഗിയെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ ഈ മോഡിയെ പോലെ തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള കുടുംബമില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ തങ്ങളുടെ ആശയവും പ്രത്യയശാസ്ത്രവും ഹിന്ദുത്വ അജണ്ടയും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് RSSന് അറിയാം. അപ്പോൾ RSS ഒരിക്കലും ഈ അദ്വാനിക്ക് പോലും ഉണ്ടായ പ്രശ്നം RSS ഒരിക്കലും ഈ വിവാഹം കഴിച്ച് കുടുംബസ്ഥരായി വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ചെയ്യുന്ന ആളുകളെ ഏറ്റവും പ്രായമായിട്ടുള്ള പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ അമിത്ഷായെ RSSന് താല്പര്യമില്ല. ശരിക്കും പ്രശ്നം അവിടെയാണ് കേട്ടോ. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്ന അമിത്ഷായിൽ നിന്നാണ്. അമിത്ഷായെ ബേസിക്കലി മോഡിയുടെ പിൻഗാമിയാക്കാൻ RSSന് വലിയ താല്പര്യമില്ല. അവർക്ക് ആഗ്രഹം യോഗിയാണ്. യോഗി അവിടെ എന്താ പറയുക, പല എൻകൗണ്ടർ സംഭവങ്ങൾ നമുക്കറിയാം, നമ്മൾ TV വിയിലൊക്കെ കണ്ടല്ലോ, പച്ചയെ വെടിയിച്ചു വരുന്നത്. അതൊക്കെ ചെയ്തുകൊണ്ട് തെളിയിച്ചു ഞാൻ RSSന് പറ്റിയ ആളാണ് തെളിയിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ മോഡി ഏതായാലും 2029 മോഡിയുടെ കാലഘട്ടം അവസാനിച്ചു. അപ്പോൾ പിന്നീട് ആരെന്നുള്ള ചോദ്യം ഇപ്പോഴേ സംഘപരിവാർ ഉയർന്നു വന്നു കഴിഞ്ഞു സംഘകുടുംബത്തിൽ. അതാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. നമ്മൾ വേറെ ചിന്തിക്കേണ്ടതിനെ കുറിച്ച് ആരാണ് മോഡിയുടെ പിൻഗാമി എന്നുള്ള ചർച്ച വളരെ ആക്റ്റീവായിട്ട് വളരെ വിസിബിളായിട്ട് സംഘ കുടുംബത്തിന്റെ മേൽത്തട്ടുകളിൽ വന്നു കഴിഞ്ഞു. അതാണ് ഈ പ്രശ്നത്തിന്റെ മൂല കാരണം.